ഡിയർ സ്റ്റുഡൻസ്, ഫ്യൂസിക് എഡ്യൂക്കേഷൻ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കറന്റ് ഇലക്ട്രിസിറ്റിയുടെ അഞ്ചാമത്തെ ഭാഗമാണിത്. ഈ ഒരു വീഡിയോയിൽ കറന്റ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പല വസ്തുക്കൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയിലും മാറ്റം ഉണ്ടായിരിക്കാം. അതിന് റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റു രീതി പറഞ്ഞാൽ കറണ്ട് കടന്നു പോകാൻ അനുവദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി വളരെയധികം കുറവായിരിക്കും. ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി ഇത് രണ്ടിനും ഇടയിലായിരിക്കും. ഇനി നമുക്കൊരു കമ്പാരിസൺ നോക്കാം. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇത് മൂന്നിനും രണ്ട് എക്സാമ്പിൾ വീതമാണ് എടുത്തുള്ളത്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ അയൺ ആൻഡ് കോപ്പർ, സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ജർമേനിയം ആൻഡ് സിലിക്കൺ, ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ വുഡ് ആൻഡ് റബ്ബർ. അയണിൻ്റെ റെസിസ്റ്റിവിറ്റി 97 നാനോ ഓമീറ്റർ ആണെങ്കിൽ കോപ്പറിൻ്റെത് 16.8 നാനോ ഓമീറ്റർ ആണ്. അയണിൻ്റെ കണ്ടക്ടിവിറ്റി 10.3 മെഗാ സീമൻ പെർ മീറ്റർ ആണ്. കോപ്പറിൻ്റെ ആവട്ടെ 59.6 മെഗാ സീമൻ പെർ മീറ്റർ ആണ്. സീമൻ പെർ മീറ്റർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ വാല്യൂസ് എല്ലാം എടുത്തിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ ജർമേനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി 0.46 ഓമീറ്റർ ആണെങ്കിൽ സിലിക്കൻ്റേത് അല്പം കൂടുതലാണ്, 2.3 കിലോ ഓമീറ്റർ ആണ്. കണ്ടക്ടിവിറ്റി ആവട്ടെ ജർമേനിയത്തിൻ്റേത് 2.17 സീമൻ പെർ മീറ്ററും സിലിക്കൻ്റേത് 0.44 മില്ലി സീമൻ പെർ മീറ്ററുമാണ്. ഇൻസുലേറ്റേഴ്സിൽ വുഡിൻ്റെ റെസിസ്റ്റിവിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വുഡ്, സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ് എന്നുള്ള പരിഗണനയിൽ റേഞ്ചാണ് നമ്മൾ പരിഗണിക്കുന്നത്. 1 to 10 കിലോ ഓമീറ്റർ ആണ് വുഡിൻ്റെ റെസിസ്റ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി 0.1 to 1 മില്ലി സീമൻ പെർ മീറ്റർ ആണ്. റബ്ബറിൻ്റെ ആവട്ടെ 10 to 100 ടെറാ ഓമീറ്റർ ആണ്. ടെറാ സ്റ്റാൻഡ്സ് ഫോർ 10⁻²2. കണ്ടക്ടിവിറ്റി ആവട്ടെ 10 to 100 ഫെംറ്റോ സീമൻ പെർ മീറ്റർ ആണ്. ഫെംറ്റോ സ്റ്റാൻഡ്സ് ഫോർ 10⁻15. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിലിക്കണിൻ്റെ റെസിസ്റ്റിവിറ്റി 2.3 കിലോ ഓമീറ്റർ എന്ന് പറയുമ്പോൾ വുഡിൻ്റെ വാല്യൂ 1 to 10 കിലോ ഓമീറ്റർ ആണ്. ഈ 2.3 എന്ന കിലോ ഓമീറ്റർ എന്ന് പറയുന്ന വാല്യൂ 1 to 10 കിലോ ഓമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, സെമി കണ്ടക്ടേഴ്സ് ആർ ബേസിക്കലി ഇൻസുലേറ്റേഴ്സ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ടർ പോലെ ബിഹേവ് ചെയ്യുന്നു. സോ സെമി കണ്ടക്ടേഴ്സ് ആർ ബേസിക്കലി ഇൻസുലേറ്റേഴ്സ്. നൗ റെസിസ്റ്റേഴ്സിനെ നമുക്ക് രണ്ടെണ്ണമായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ്. വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് കോറിന് മുകളിൽ പർട്ടിക്കുലർ ടൈപ്പ് റെസിസ്റ്റേഴ്സ് വയർ എന്നാണ് പറയുന്നത്. മാംഗനീൻ, കോൺസ്റ്റാൻറ്റൈൻ, നിക്കോൺ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിക്കുന്ന വയറുകളാണ് റെസിസ്റ്റേഴ്സ് വയർ എന്ന് പറയുന്നത്. അത്ര റെസിസ്റ്റേഴ്സ് വയറുകൾ ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ്. ചിത്രത്തിൽ കാണിച്ചുള്ളത് അതിൻ്റെ ഒരു മോഡൽ മാത്രമാണ്. അതിന് മുകളിലോട്ട് കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്തിനാണ് മാംഗനീൻ, കോൺസ്റ്റാൻറ്റൈൻ, നിക്കോൺ തുടങ്ങിയ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? എന്താണ് മെറ്റീരിയൽ പ്രത്യേകത? അത് നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി, വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ മാംഗനീൻ, കോൺസ്റ്റാൻറ്റൈൻ, നിക്കോൺ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വാല്യൂ, വയർ ബോണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ഫ്രാക്ഷൻ ഓഫ് എ ഓം മുതൽ ഫ്യൂ 100 ഓംസ് വരെ ആയിരിക്കും. വളരെ ചെറിയ വാല്യൂ ആയിരിക്കും എന്നർത്ഥം. കാരണം അത്രയും നീളത്തിലുള്ള മെറ്റൽ വയർ ബോണ്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഹ്യൂജ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റു ചില ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ദാറ്റ് കാൾഡ് കാർബൺ റെസിസ്റ്റേഴ്സ്. കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ വളരെ വലിയ വാല്യൂ വരെ ആവാം. ഹൈ റേഞ്ചുള്ള കിലോ, മെഗാ ഓം, ആ ടൈപ്പിലുള്ള വാല്യൂസൊക്കെ കാർബൺ റെസിസ്റ്റേഴ്സ് പറ്റും. കാർബൺ റെസിസ്റ്റേഴ്സ് ആണ് സാധാരണ രീതിയിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്. വളരെ ചെറുതാണത്, കോമ്പാക്റ്റ് സൈസാണ്. ഇനി കാർബൺ റെസിസ്റ്റേഴ്സിന് വാല്യൂ കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സംവിധാനമുണ്ട്. റെസിസ്റ്റേഴ്സിൻ്റെ സൈസ് വളരെ വലുതാണെങ്കിൽ അതിന് മുകളിൽ അതിൻ്റെ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂവും വാട്ടേജും എല്ലാം എഴുതാൻ വേണ്ടി സാധിക്കും. പക്ഷേ സർക്യൂട്ട് ചെറുതാക്കുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റേഴ്സും ചെറുതാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ചെറിയ കോമ്പണൻറ്റുകളിലൊന്നും തന്നെ
വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കളർ കോഡിംഗ്. In the case of small resistors, it is difficult to print the resistance, voltage, tolerance, etc. on the resistors. So, a set of colored rings are given on the carbon resistors to indicate value. It is known as color code. There are different methods to represent the value of resistance using color codes. Most common method is a 4-band system. ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കളർ കോഡാണ്. കളർ കോഡിംഗ് സമ്പ്രദായം വളരെ ഭംഗിയായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് കോമ്പറ്റീവ് എക്സാമിനേഷനും ഹയർ സെക്കൻഡറി എക്സാമിനേഷനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. എന്താണ് 4-band സിസ്റ്റം, അല്ലെങ്കിൽ ആ 4-band സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കളർ കോഡിംഗ് എന്താണ്? അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് പരിശോധിക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആദ്യത്തെ കോളത്തിൽ നമ്പർ മൾട്ടിപ്ലയർ ടോളറൻസ്. ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളമാണ് കാൽക്കുലേറ്റർ വാല്യൂവിൽ അല്ലെങ്കിൽ പ്രിൻറ്റഡ് വാല്യൂവിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വാല്യൂവിൽ എറർ ഉണ്ടാകാനുള്ള സാധ്യത. അതാണ് ടോളറൻസ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ഇത്ര പെർസെൻറ്റേജ് വാല്യൂ കൂടാനും കുറയാനുള്ള സാധ്യത എന്നുള്ളതാണ് എററാണ് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ കളറിനും ഓരോ നമ്പർ സൂചിപ്പിക്കുന്നു. ബ്ലാക്കിന് 0, ബ്രൗൺ 1, റെഡ് 2, അങ്ങനെ ഗ്രേ വൈറ്റ് വരെ ഓരോ നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ മൾട്ടിപ്ലയർ ആകുമ്പോൾ 10ൻ്റെ പവറായിട്ടും സെയിം നമ്പർ തന്നെയാണ് മൾട്ടിപ്ലയേഴ്സ് ആയിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ടോളറൻസിൽ ബ്ലാക്കിന് പ്രത്യേക ടോളറൻസ് പറയുന്നില്ലെങ്കിൽ കൂടി ബ്രൗൺ മുതൽ ഓരോ വാല്യൂ കാണാൻ പറ്റും. പ്ലസ് ഓർ മൈനസ് 1%, പ്ലസ് ഓർ മൈനസ് 2%, പ്ലസ് ഓർ മൈനസ് 3%, അങ്ങനെ. അതുകൂടാണ്ട് ഈ കളർ കൂടാണ്ട് ബ്ലാക്ക് മുതൽ വൈറ്റ് വരെയുള്ള കളർ കൂടാതെ 3 കാര്യം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഗോൾഡ് കളർ, സിൽവർ കളർ, പിന്നീട് കളറൊന്നും ഇല്ലാത്ത സാഹചര്യം. ഗോൾഡ് കളറിലാണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് 5% ആണ് അതിൻ്റെ ടോളറൻസ്. എറർ വരാൻ സാധ്യതയുള്ളത് പ്ലസ് ഓർ മൈനസ് 5% ആണ്. സിൽവർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 20% ആണ്. കളർ ഒന്നും തന്നെ കൊടുത്തില്ലെങ്കിൽ അത് പ്ലസ് ഓർ മൈനസ് 20% ആണ്. ഇനി ഈ ഒരു പെർസെൻറ്റേജ് താഴെ നിങ്ങൾക്ക് ഒരു ലെറ്റർ കാണാൻ വേണ്ടി സാധിക്കും. ലെറ്ററുകൾ ചില പർട്ടിക്കുലർ കോഡിങ്ങിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ചില പർട്ടിക്കുലർ ടൈപ്പ് കോഡിങ്ങിൽ ഈ ഒരു പെർസെൻറ്റേജിന് ഈ ഒരു കളറിന് പകരം ഈ ലെറ്റർ ആയിരിക്കും ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ലെറ്റർ കാണിക്കാറുണ്ട്. റെസിസ്റ്റർ കുറച്ച് അല്പം വലുതാണെങ്കിൽ ലെറ്റർ കാണിക്കാറുണ്ട്. ദെൻ എങ്ങനെയാണ് ഇത് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഈ കളർ കോഡ് ഓർത്ത് വയ്ക്കുന്നതിന് നമുക്ക് ഷോർട്ടായിട്ട് എന്തെങ്കിലും കാര്യം ഉപയോഗിക്കാൻ പറ്റുമോ? കളർ കോഡ് ഓർക്കുന്നതിന് മറ്റൊരു കോഡ് നമുക്ക് ഉപയോഗിക്കാം. ആ കോഡാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡുകൾ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിലൊരു കോഡ് സജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. BB Roy of Great Britain has a very good wife. First B stands for black, second B stands for brown, red stands for R stands for red, O stands for orange, Y stands for yellow, great G stands for green, Britain B stands for blue, very V stands for violet, good G stands for grey, Y W stands for white. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോഡ് ഉണ്ടാക്കിയെടുക്കാം. ഈ കളർ കോഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോണിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആശയമാണ് കളർ കോഡിംഗ് എന്ന് പറയുന്നത്. കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് റെസിസ്റ്റർ ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് വാല്യൂ ആണ് വേണ്ടത് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാർബൺ റെസിസ്റ്റേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് 4-band സിസ്റ്റമാണ്. എന്താണ് 4-band സിസ്റ്റം? 4-band സിസ്റ്റത്തിൽ കാർബൺ റെസിസ്റ്ററിൻ്റെ മുകളിൽ 4 കളർ ബാൻഡുകളായിരിക്കും ഉണ്ടാവുക. 4 കളർ ബാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ കളർ ബ്രൗൺ, രണ്ടാമത്തെ കളർ ബ്ലാക്ക്, മൂന്നാമത്തെ കളർ ഓറഞ്ച്. ഫസ്റ്റ് 2 ബാൻഡ്സ് 4-band സിസ്റ്റം ആണെങ്കിൽ ഫസ്റ്റ് 2 ബാൻഡ്സ്, ആദ്യത്തെ 2 ബാൻഡ്സ് ഡിജിറ്റുകളാണ്. ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും. തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. ഇവിടെ തേർഡ് ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. ഫോർത്ത് ഡിജിറ്റ് ടോളറൻസ്. എന്തുകൊണ്ടാണ് ഇവിടെ തേർഡ് ഡിജിറ്റ് എഴുതിയത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഇത് 5-band സിസ്റ്റം ആണെങ്കിൽ തേർഡ് ഡിജിറ്റ് കൂടി വരും. അതുകൊണ്ടാണ് തേർഡ് ഡിജിറ്റ് ഇവിടെ എഴുതി വെച്ചത്. തൽക്കാലം ഈ ഒരു ബാൻഡിൽ തേർഡ് ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. തേർഡ് ഡിജിറ്റ് ഇല്ല. പിന്നീട് വരുന്ന മൂന്നാമത്തെ ബാൻഡ് മൾട്ടിപ്ലയർ ആണ്. നാലാമത്തെ ബാൻഡ് ടോളറൻസ് ആണ്.
സോ 4 ബാൻഡ് സിസ്റ്റത്തിൽ ആദ്യത്തെ 2 ബാൻഡുകൾ ഡിജിറ്റ്സും മൂന്നാമത്തെ ബാൻഡ് മൾട്ടിപ്ലയറും നാലാമത്തെ ബാൻഡ് ടോളറൻസുമാണ്. ഇവിടുത്തെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോക്കി നോക്കാം. ഫസ്റ്റത് ബ്രൗൺ, ബ്ലാക്ക് ബ്രൗൺ എന്നാണ് തുടങ്ങുന്നത് അല്ലേ. ഇപ്പോൾ ബ്രൗണിൻ്റെ വാല്യൂ 1 ആണ്, ഡിജിറ്റ് വാല്യൂ 1 ആണ്. സെക്കൻഡ് വാല്യൂ 0 ആണ്, ബ്ലാക്കിൻ്റെ ഡിജിറ്റ് 0 ആണ്, അപ്പോൾ 10 ആണ്. തേർഡ് ബാൻഡ് ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെത് ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച്. ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ച് നാലാമത്തെ വാല്യൂ ആണ്. നാലാമത്തെ വാല്യൂ വരുമ്പോൾ 0, 1, 2, 3 which means 10⁻3. 10⁻3 വന്നുകൊണ്ട് തന്നെ 10 × 10⁻3. 10 × 10⁻3 എന്ന് പറയുന്നത് 10 കിലോ ഓം. 10,000 ആണ്, 10 കിലോ ഓം ആണ്. ഇവിടെ ലാസ്റ്റ് ബാൻഡ് ഗോൾഡ് ആണ്. ഗോൾഡ് ആയതുകൊണ്ട് തന്നെ ±5% ആണ്. സോ 10 കിലോ ഓം ±5% ആണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇത് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. ആദ്യത്തെ 2 ബാൻഡുകൾ പർട്ടിക്കുലർ ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു. തേർഡ് ബാൻഡ് മൾട്ടിപ്ലയർ ആണ്. ഫോർത്ത് ബാൻഡ് ടോളറൻസ് ആണ്. ഇവിടെ തേർഡ് ബാൻഡ് റെഡ് ആയിരുന്നെങ്കിൽ ബ്ലാക്ക് ബ്രൗൺ റെഡ്, മൂന്നാമത്താണ് റെഡ്, which means 10⁻2 ആണ് വരിക. അപ്പോൾ ഇവിടെ 10⁻3ക്ക് പകരം 10⁻2 ആവുമായിരുന്നു. റെഡ് ആണെങ്കിൽ 10⁻2 ആവുമായിരുന്നു. യെല്ലോ ആവുമായിരുന്നെങ്കിലോ ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ, അഞ്ചാമത്തെ കളറാണ് യെല്ലോ. അതുകൊണ്ട് 10⁻4 ആണ്. 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 10⁻4 ആയിരിക്കും വരിക. 0, 1, 2, 3, 4. സോ ഓരോ കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലയറും കൊടുക്കുന്നു. ലാസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോളറൻസ് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ±5% എഴുതിയത്. ഇതാണ് കോമൺ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചില റെസിസ്റ്ററിൻ്റെ മുകളിൽ 5 ബാൻഡ് കാണാൻ വേണ്ടി സാധിക്കും. 5 ബാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ചില റെസിസ്റ്ററിൻ്റെ മുകളിൽ 5 ബാൻഡ് കാണാൻ വേണ്ടി സാധിക്കും. 5 ബാൻഡ് ആണെങ്കിൽ നമ്മൾ വാല്യൂ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ തേർഡ് ഡിജിറ്റ് കൂടി ഉണ്ടാവും. അവസാനത്തെ 2 മൾട്ടിപ്ലയർ ടോളറൻസ് ആണ് നിങ്ങൾക്കറിയാം. മൾട്ടിപ്ലയർ ടോളറൻസ് കൂടാതെ ഒരു 3 ബാൻഡിനും കൂടി ഉണ്ടാവും. സോ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. നാലാമത്തെ മാത്രമേ മൾട്ടിപ്ലയർ വരുന്നുള്ളൂ. അഞ്ചാമത്തത് ടോളറൻസും. ഇവിടെ ഫസ്റ്റ് ബാൻഡ് ബ്രൗൺ ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് 1. സെക്കൻഡ് ബാൻഡ് ബ്ലാക്ക് ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് 0. തേർഡ് ബാൻഡ് ബ്ലാക്ക് ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് 0. സോ ഇവിടെ 100 ആണ് വരുന്നത്. 100 × ലാസ്റ്റത്തെ 2 ബാൻഡ് നിങ്ങൾക്കറിയാം മൾട്ടിപ്ലയറും ടോളറൻസും ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ ബാൻഡ് മൾട്ടിപ്ലയർ ആണ്. റെഡ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബ്രൗൺ റെഡ്, മൂന്നാമത്തെ കളറാണ് റെഡ്. അതുകൊണ്ട് 10⁻2 മൾട്ടിപ്ലയർ 10⁻2 ആണ്. സോ 100 × 10⁻2. ഫൈനൽ കളർ ലാസ്റ്റ് ബാൻഡ് ഗോൾഡ് ആണ്, ±5% ടോളറൻസ്. സോ 100 × 10⁻2. 100 × 10⁻2 എന്ന് പറയുമ്പോൾ 10,000 തന്നെ. 10,000 എന്ന് പറയുമ്പോൾ 10 കിലോ ഓം ±5%. അപ്പോൾ 10 കിലോ ഓം ±5% 5 ബാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 4 ബാൻഡ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി 5 ബാൻഡ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇത്. നൗ ചിലപ്പോൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സർക്യൂട്ടുകളിൽ 6 ബാൻഡ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണ രീതിയിൽ 6 ബാൻഡ് കാണാറില്ല. പർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് ഡിവൈസുകളിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഡിവൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് 6 ബാൻഡ് ഉപയോഗിക്കുക. 6 ബാൻഡ് വരുമ്പോൾ എന്താണ് ആറാമത്തെ ബാൻഡ്? 5 ബാൻഡുകളുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു അഡീഷണൽ ബാൻഡും കൂടി വരികയാണ്. ആറാമത്തെ ബാൻഡ് എന്തായിരിക്കും? ഓരോ ബാൻഡുകൾ നോക്കി നോക്കൂ. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, ദെൻ മൾട്ടിപ്ലയർ ടോളറൻസ്. അവസാനമായിട്ട് പുതുതായിട്ട് വന്ന ബാൻഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെക്കേണ്ടത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മാറ്റമുണ്ടാവാം. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് ടെമ്പറേച്ചറിൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓംസ് ലോ, ബേസിക് ലോ അല്ലാത്തൊക്കെ മുമ്പ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് എത്ര % ആണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവുക എന്ന് കാണിക്കുന്നതിനുള്ള ബാൻഡാണ് അവസാനത്തെ ബാൻഡ്.
അതിന് ഉപയോഗിക്കുന്നൊരു കോഡാണിത്. ഇവിടെ നോക്കൂ, ഓരോ കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ ഒരു വൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോമൺ ആയിട്ട് ഒന്ന് തന്നെയാണ്. ബ്ലാക്കിൻ്റെ കേസിലെടുക്കാം 250 ppm per degree Celsius. ബ്രൗൺ ആണെങ്കിൽ അത് 100 ppm per degree Celsius. കോമൺ ആയിട്ട് ബ്രൗൺ ആണ് കാണാറുള്ളത്. ബ്രൗണിൻ്റെ കേസ് നമുക്ക് കൊടുക്കാം 100 ppm per degree Celsius. എന്താണ് ppm? ppm കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്സ് പെർ മില്യൺ ആണ്. ഒരു മില്യണിൽ ഒരു ഭാഗം. 1 million 10 lakh ആണ്. 10 lakhൽ ഒരു ഭാഗം. അപ്പോൾ 100 പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 million-ൽ 100 ഭാഗം. സോ അത്രയാണ് ചേഞ്ച് ഉണ്ടാവുക ഉദ്ദേശിക്കുമ്പോൾ പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ആ ഒരു യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോളറൻസ് ഒക്കെ പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജിലാണോ പറയുന്നത്. സോ പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പെർസെൻറ്റേജ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പെർസെൻറ്റേജിലാക്കുക? പാർട്സ് പെർ മില്യനെ 1/10⁶ ആണ് പാർട്സ് പെർ മില്യൺ. അതിന് പെർസെൻറ്റേജിലേക്ക് ആകുമ്പോൾ 1/10⁶ into 100 which means നമുക്ക് കിട്ടുക 0.0001%. അതായത് 10⁻⁻⁴% അർത്ഥം. 1 ppm ഉദ്ദേശിക്കുന്നത് 0.0001% ആണ് പെർ ഡിഗ്രി സെൽഷ്യസ്. സോ ബ്രൗണിൻ്റെ കേസിൽ 100 പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 100 into 0.0001 which means 0.01% per degree Celsius. അതായത് ലാസ്റ്റ് റിങ് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് 1 ഡിഗ്രി സെൽഷ്യസിൽ ഈ കാർബൺ റെസിസ്റ്ററിൻ്റെ കേസിൽ അവസാനത്തെ റിങ് ബ്രൗൺ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് മാറ്റം വരികയാണെങ്കിൽ ഈ കാർബൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ 0.01% ചേഞ്ച് ഉണ്ടാവാം. സോ there will be a change in the value of the resistance if the last ring is brown with the value 0.01%. 1 ഡിഗ്രിയിലാണ് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ 0.01% ആയിരിക്കും. 2 ഡിഗ്രിയാണ് ചേഞ്ച് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചറിൽ 2 ഡിഗ്രി മാറ്റം വരികയാണെങ്കിൽ അത് 0.02% ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ടെമ്പറേച്ചർ മാറ്റം വരുന്നതോറും റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കേസിലാണെങ്കിലോ 250 ആണ്. റെഡിൻ്റെ കേസിലാണെങ്കിൽ ഇത് 50 ആണ്. ബ്ലൂ വരുമ്പോൾ 10 ആണ്. സോ ബ്ലൂ എടുക്കുകയാണെങ്കിൽ 10 into 0.0001 എന്ന് പറയുമ്പോൾ അത്രയാണ് 0.0001 which means 10⁻⁻3. 1 ഡിഗ്രി സെൽഷ്യസിലെ മാറ്റം ഉണ്ടാകുമ്പോൾ 10⁻³ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബ്ലാക്കിൻ്റെ കേസിലാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതലാണ്. 250 into 0.0001 ആണ് which means 0.025 ആണ്. 0.025%. 1 ഡിഗ്രി സെൽഷ്യസിലെ മാറ്റം ഉണ്ടാകുമ്പോൾ 0.025% മാറ്റം ഉണ്ടാകുന്നു. ബ്രൗൺ ആണെങ്കിൽ അത് 0.01% മാറ്റം ഉണ്ടാകുന്നുള്ളൂ. സോ ഇങ്ങനെ ഓരോ ഡിഗ്രി സെൽഷ്യസിലും എത്രത്തോളം റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് ലാസ്റ്റ് റിങ് 6 ബാൻഡ് സിസ്റ്റത്തിൽ. ഇത് വളരെ ചെറിയ വാല്യൂ ആണ്. വളരെ ചെറിയൊരു മാറ്റമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം 0.01% എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും അതുപോലെ തന്നെ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കാർബൺ റെസിസ്റ്ററിലൊന്നും ഈ ഒരു ബാൻഡ് കാണില്ല. വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്രത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന റെസിസ്റ്ററിൽ മാത്രമേ ഈ ഒരു വാല്യൂ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. റിലയബിലിറ്റി കൂടിയാണ് ഈ ഒരു ലാസ്റ്റ് ബാൻഡ് റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ ചില ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഫോർ എക്സാമ്പിൾ മിലിറ്ററി ലെവലിലൊക്കെയുള്ള ഉപയോഗിക്കുന്ന രീതിയിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസ് അല്ലെങ്കിൽ വളരെ റഫ് ആയിട്ടുള്ള യൂസൊക്കെ ചെയ്യുന്ന ഉപകരണങ്ങളിലൊക്കെ അത് എത്ര കാലം അത് റിലയബിൾ ആവും, എത്ര കാലം അത് നിലനിൽക്കുമെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ആ രീതിയിലുള്ളൊരു ബാൻഡിങ് ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് ബാൻഡ് 6ാമത്തെ ബാൻഡിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോ ഇത്രയാണ് കാർബൺ റെസിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഒരു കമ്പാരിസൺ ആണ് മനസ്സിലാക്കിയത് ആദ്യം. ദെൻ 2 തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് പഠിച്ചു. കളർ കോഡിംഗ് സമ്പ്രദായമാണ് മനസ്സിലാക്കിയത്. അത് 4 ബാൻഡ് സിസ്റ്റമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. 5 ബാൻഡ് സിസ്റ്റം മാർക്കറ്റിൽ കാണാറുണ്ട്. 6 ബാൻഡ് സിസ്റ്റം വളരെ റെയർ ആയിട്ടാണ് നമ്മൾ കാണാറില്ലെങ്കിൽ കൂടി അത് മനസ്സിലാക്കി വെക്കാനുള്ളതുകൊണ്ട് 6 ബാൻഡ് സിസ്റ്റം കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അത് പറയുന്നതിനുള്ള കാരണം അവസാനത്തെ ബാൻഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. കാരണം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് അതും കൂടി ഉൾപ്പെടുത്തിയത്. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.